ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് റാലിയിൽ അരവിന്ദ് കെജ്രിവാളിനെതിരെ രാഹുൽ ഗാന്ധി നടത്തിയ വിമർശനത്തിൽ ഇന്ത്യ മുന്നണിയിൽ ഭിന്നത. രാഹുൽ ഗാന്ധി മുന്നണി മര്യാദ പാലിച്ചില്ല എന്ന് മുന്നണിയിലെ പലർക്കും ഇപ്പോൾ ആക്ഷേപമുണ്ട്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ബൽറാം, ഏത് സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധി ഇന്ത്യ മുന്നണിയിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ടാക്കിയ ആ പ്രയോഗം നടത്തിയത്? ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് ഇത്തവണ ജീവൻ മരണ പോരാട്ടമാണ്. കഴിഞ്ഞ 2 തവണയും കോൺഗ്രസിന് ഒരു സീറ്റ് പോലും നേടാനായില്ല ഡൽഹിയിൽ എന്നുള്ളത് അതീവ പ്രാധാന്യത്തോടെയാണ് കോൺഗ്രസ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലുണ്ടായ പ്രചരണത്തിൻ്റെ ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് ഡൽഹിയിൽ ഭരണം പിടിക്കാനായില്ലെങ്കിലും സാന്നിധ്യം ഉറപ്പാക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസ് നടത്തുന്നത്. ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് BJPക്ക് സമാനമായി തന്നെ ആം ആദ്മി പാർട്ടിയെയും മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെയും കടുത്ത ആക്രമണം രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസത്തെ റാലിയിൽ നടത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി താരതമ്യം ചെയ്തുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാളിനെ വിമർശിച്ചത് രാഹുൽ ഗാന്ധി. വ്യാജ വാഗ്ദാനങ്ങൾ നൽകുന്നത് രണ്ടുപേരുടെയും പതിവാണ് എന്നും വാഗ്ദാനങ്ങളൊന്നും പാലിക്കാൻ കെജ്രിവാളിന് കഴിഞ്ഞില്ല എന്നും ഡൽഹിയിൽ മലിനീകരണം തുടരുന്നു, തൊഴിലില്ലായ്മ, വിലക്കയറ്റം അടക്കമുള്ള വിഷയങ്ങൾ അദ്ദേഹം ഊന്നി പറഞ്ഞു. ഇത് അതേ ഭാഷയിൽ വിമർശിച്ചില്ലെങ്കിൽ പോലും കോൺഗ്രസിന് ഇത് അതിജീവനത്തിൻ്റെ പോരാട്ടമാണ് എങ്കിൽ തൻ്റെ പോരാട്ടം രാജ്യത്തിന് വേണ്ടിയാണ് എന്നായിരുന്നു അരവിന്ദ് കെജ്രിവാൾ പ്രതികരിച്ചത്. ഈ വിഷയത്തിൽ ഇന്ത്യ സഖ്യത്തിൽ കടുത്ത എതിർപ്പുകൾ അല്ലെങ്കിൽ ഭിന്ന അഭിപ്രായങ്ങൾ ഉണ്ട്. നേരത്തെ തന്നെ ആം ആദ്മി പാർട്ടിക്ക് പിന്തുണയുമായി സമാജ്വാദി പാർട്ടിയും ഒപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ രംഗത്തുണ്ട്. ഈ നേതാക്കൾ തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ പ്രയോഗം അതിര് കടന്നതായി പോയി എന്ന വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം ഊർജിതമാകുന്ന ഘട്ടത്തിൽ അത് ഇന്ത്യ സഖ്യത്തിൻ്റെ കെട്ടുറപ്പിനെ പോലും ബാധിക്കുന്ന തരത്തിലേക്ക് നേതാക്കൾ തമ്മിലുള്ള വാക്പ്രയോഗങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളത് നിർണായകമാണ്. അതേസമയം ഇന്ന് മുഖ്യമന്ത്രി അതിഷി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റ് പ്രധാന നേതാക്കൾ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. ഇനി 3 ദിവസം മാത്രമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനായി ബാക്കിയുള്ളത്. എസ് കെ. ഓക്കെ, താങ്ക് യു ബൽറാം നെടുങ്ങാടി.